പ്രിയപ്പെട്ട സഹോദരങ്ങളെ സലാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളിപ്പോൾ അവസാനം എടുത്ത ക്ലാസ് അറിയാലോ, അത് സൂറത്ത് മസദാണ് എടുത്തത്. ലഹബ് എന്ന് വേണമെങ്കിലും പറയാം. അതിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ വിശദീകരിച്ചു, അറിയാലോ. ഇനി അതിൽ 2 വചനങ്ങൾ കൂടി നമുക്ക് വിശദീകരിക്കാനുണ്ട്. അത് വംറഅതുഹു ഹമ്മാലത്തുൽ ഹതബ് ഫീ ജീദിഹാ ഹബ്ലും മിൻ മസദ്. ഈ 2 വചനങ്ങൾ നമ്മൾ പല വിഷയങ്ങളും പറഞ്ഞു നിർത്തിയിട്ടുണ്ട്, എൻ്റെ സഹോദരങ്ങൾക്ക് അറിയാം. അപ്പൊ ഈ ഒരു വചനത്തിന്റെ ഈ ഒരു അധ്യായത്തിലെ ഈ 2 വചനങ്ങൾ കൂടി വിശദീകരിച്ച ശേഷം നമ്മൾ പറഞ്ഞു നിർത്തിയ നിരവധി വിഷയങ്ങളുണ്ട്. പിന്നെ പറയാം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു നിർത്തിയ പല വിഷയങ്ങളും, ആ വിഷയങ്ങളിലേക്ക് നമ്മൾ പോകും. ഈ 2 വചനങ്ങൾ വിശദീകരിക്കുന്നതിന് മുമ്പ് തന്നെ 1-2 കാര്യങ്ങൾ ഞാനൊന്ന് സൂചിപ്പിച്ചോട്ടെ. അതിലൊന്ന്, ഈ വായന പൂർവികരുടെ കഥകൾ പറയുന്ന വായനയല്ല എന്നുള്ളത് എൻ്റെ സഹോദരങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കും. വേണമെങ്കിൽ എടുത്താൽ മതി, നിർബന്ധമല്ല. പൂർവികരുടെ ചരിത്രവും കഥയും പറയുന്ന വായന മതി ഞങ്ങൾക്ക് എന്ന് പറയുകയാണെങ്കിൽ ഇത് കേൾക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല എൻ്റെ സഹോദരങ്ങളോട്. ഇങ്ങനെ ഒരു വായന ലോകത്ത് ഉണ്ട്. ഇതാണ് അടിസ്ഥാന വായന എന്നാണ്, യഥാർത്ഥ വായന എന്നാണ് എൻ്റെ കാഴ്ചപ്പാടാണ് ഞാൻ പറയുന്നത്. അത് എൻ്റെ സഹോദരങ്ങൾക്ക് അത് സത്യമായിക്കൊള്ളണമെന്നില്ല. അത് ബോധ്യപ്പെടാത്തിടത്തോളം കാലം എൻ്റെ സഹോദരങ്ങൾക്ക് അത് ഊഹങ്ങൾ മാത്രമാണെന്ന് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട് എവിടെയോ. ഞാൻ പറഞ്ഞല്ലോ, ഇത് ഒരു സംഘടനയെയും ഒരു മതവിഭാഗത്തെയോ അവരുടെ ആചാരങ്ങളെയോ അവരുടെ അനുഷ്ഠാനങ്ങളെയോ അപഹസിക്കുന്ന വായനയേ അല്ല. പേരെടുത്ത് പോലും പറയില്ല അവിടെ. ഒരു മതസംഘടനയുടെ പേരിപ്പോൾ ഞാൻ 10-60ഓളം ക്ലാസ്സുകൾ എടുത്തു. നിങ്ങൾ എൻ്റെ സഹോദരങ്ങളെ എവിടെയെങ്കിലും കേട്ടോ ഇന്ന മതവിഭാഗം അല്ലെങ്കിൽ ആ മതങ്ങളിലെ ഇന്ന ഗ്രൂപ്പുകാർ ഇന്നതാണ് പറയുന്നത് എന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ അതിലെ ഏതെങ്കിലും ഒരു വ്യക്തിയെ പേരെടുത്ത് നമ്മൾ അപഹസിക്കുന്നില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു വായനയേ അല്ല. അതുപോലെ തന്നെ ഇതിൽ യാതൊരു നിർബന്ധമല്ല. എൻ്റെ നിരവധി വർഷങ്ങളായി ഞാൻ ഖുർആനിലെ എല്ലാ വായനകളിലൂടെയും കടന്നു പോയതിൽ നിന്ന് എനിക്ക് ബോധ്യപ്പെട്ടത് ഇതാണ് ഇതിൻ്റെ യഥാർത്ഥ വായന എന്ന ആ ബോധ്യപ്പെട്ടതിൽ നിന്ന് ആ ബോധ്യം എൻ്റെ സഹോദരങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുക, ഒന്ന് പങ്കുവെക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഇതിപ്പോ ഞാൻ ഇവിടെ ആയിട്ട് പറയണതല്ല. എൻ്റെ ഗ്രൂപ്പിലും ഓരോ വചനങ്ങൾ വിശദീകരിക്കുമ്പോഴും ഞാൻ പറയും, എൻ്റെ സഹോദരങ്ങൾക്ക് ഇത് ബോധ്യപ്പെടുകയാണെങ്കിൽ എടുത്താൽ മതി. ഇതിപ്പോ പൊതുവായി പറയുമ്പോൾ ഇങ്ങനെ പറയാന്നല്ല. അതെൻ്റെ ഗ്രൂപ്പിലുള്ള എൻ്റെ ആളുകൾ അവിടെ ചോദിച്ചാൽ അറിയാം. ഞാൻ ഓരോ വചനവും വിശദീകരിക്കുമ്പോൾ ഞാൻ പറയും, ഇത് എനിക്ക് ബോധ്യപ്പെട്ടതാണ്, എൻ്റെ സഹോദരങ്ങൾക്ക് വേണമെങ്കിൽ എടുത്താൽ മതി എന്ന് ഞാൻ പറയും. നിങ്ങൾക്ക് ബോധ്യപ്പെടുമ്പോൾ എടുത്താൽ മതി. അതുവരെ നിലവിലുള്ള വ്യാഖ്യാനങ്ങളിലൂടെയും വിശദീകരണങ്ങളിലൂടെയും പോയാൽ മതി എന്നാണ് പറയാറുള്ളത്. ഇതാണ് എനിക്ക് ആമുഖമായിട്ട് സൂചിപ്പിക്കാനുള്ള കാര്യം. ഇനി ഞാൻ എൻ്റെ ഈ 2 വചനങ്ങളുടെ വിശദീകരണത്തിലേക്ക് വരാം. വംറഅതുഹു, ഇതിൽ അബൂലഹബ് ആരാണെന്ന് നമ്മൾ വിശദീകരിച്ചു. അബൂലഹബ് ചരിത്രത്തിൽ എവിടെയെങ്കിലും കഴിഞ്ഞുപോയൊരു വ്യക്തിയായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നില്ല എന്ന് നമ്മൾ പറയണ്ടായി. നമ്മിലൂടെ കടന്നു പോകുന്ന ഗുണങ്ങളാണ് അതെന്ന് പറഞ്ഞു ഞാൻ. ഒരു മനുഷ്യന്റെ പകയുടെയും ഈഗോന്റെയും അവന്റെ ഉള്ളിലെ നെഗറ്റീവുകളും കത്തി ജ്വലിച്ച് അതിന്റെ ജ്വാല അതിന്റെ പൂർണ്ണമായ അതിന്റെ ഏറ്റവും ഉയർന്ന, പൂർണ്ണമായ എന്നല്ല, ഏറ്റവും ഉയർന്ന തലത്തിൽ അത് നിൽക്കുമ്പോഴാണ് അത് ലഹബാകണതെന്നും നാറ് ലഹബാകണതും അത് കെടുമ്പോൾ അതിന്റെ ആദ്യ ഭാഗം അതിന്റെ ജതുവത്താണ് എന്നുള്ളതും നമ്മൾ വിശദീകരിക്കേണ്ടായി. അപ്പൊ ജതുവത്ത്, നാറ്, ലഹബ്, ഇങ്ങനെയാണ് ഒരു തീയിന്റെ അവസ്ഥ എന്നുള്ളത് നമ്മൾ വിശദീകരിക്കേണ്ടായി. അങ്ങനെ ഒരു അവസ്ഥ നമ്മില് കടന്നു പോകാം. ഈഗോന്റെ ഏറ്റവും കത്തിജ്വലിച്ച് നിൽക്കുന്ന ആ അവസ്ഥാവിശേഷം
ചില ആളുകളിൽ അങ്ങനെ ഉണ്ടാവും. ചില ആളുകൾക്ക് ഈഗോ പെട്ടെന്ന് തന്നെ വരും, അത് പെട്ടെന്ന് തന്നെ അവരിൽ നിന്ന് പോകും ചെയ്യും. ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് ഇതല്ല എന്ന് ചരിത്രത്തിൽ തന്നെ പറയുന്നുണ്ട്. അബ്ദുൽ ഉസ്സ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര് എന്ന്. അപ്പൊ അതിന് അങ്ങനെ ഒരു തലം, അങ്ങനെ പേര് ഒരു ഗുണം കൊണ്ട് വന്നതാണ് എന്ന് പറയുന്ന വ്യാഖ്യാനം തന്നെ ഉണ്ട്. പാരമ്പര്യമായ വ്യാഖ്യാനങ്ങൾ ഉണ്ട് അതിന്. നമ്മൾ അതിനെ ഒന്നുകൂടി നമ്മിലേക്ക് കൊണ്ടുവന്നു മാറ്റുള്ളൂ, അല്ലാതെ മറ്റൊന്നില്ല. അബ്ദുൽ ഉസ്സ എന്നായിരുന്നു ഇദ്ദേഹത്തിന്റെ നാമമെന്നും പിൽക്കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ഗുണങ്ങൾ കൊണ്ടും സ്വഭാവങ്ങൾ കൊണ്ടും അദ്ദേഹത്തിന്റെ പ്രകൃതി കൊണ്ടും അദ്ദേഹത്തിന്റെ ഉള്ളിലെ പകയുടെയും ശത്രുതയുടെയും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഉള്ളിലെ ഈഗോയിന്റെയും ഒക്കെ അദ്ദേഹത്തിന്റെ സ്വഭാവ പ്രകൃതിയുടെയും ഒക്കെ ഫലമായി അദ്ദേഹത്തിന് കിട്ടിയ പേരാണ് അബൂലഹബ് എന്ന പേര് എന്നുള്ളത് ചരിത്രത്തിൽ തന്നെ പറയുന്നുണ്ട്. ഏതുപോലെ എന്ന് പറഞ്ഞാൽ അബൂജാഹിലിന് അബുൽ ഹിക്കം എന്നായിരുന്നു പേര് എന്നും, പിന്നീട് ജഹാലത്തിന് അജ്ഞതയെ അദ്ദേഹം തന്റെ പിതാവായിട്ട് കണ്ടപ്പോ അങ്ങനെയാണ് അബൂജാഹിലായത് എന്നുള്ളതൊക്കെ പറയുന്നുണ്ട് ചരിത്രത്തിൽ. അങ്ങനെ ഉണ്ടെങ്കിൽ അതായിക്കോട്ടെ, അത് അത്രയും നല്ലത് എന്നേ നമുക്കതിനെ കുറിച്ച് പറയാനുള്ളൂ. അങ്ങനെ ഒരു വിശദീകരണം ചരിത്രത്തിലുണ്ടെങ്കിൽ ആ ചരിത്രം അത്രയും നല്ലത് എന്നേ പറയാനുള്ളൂ. അതിനെ അതിന്റെ നന്മ കാണാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഏതൊരു വിഭാഗത്തിന്റെയും ഏതൊരു വിശദീകരണത്തിലെയും നന്മയുടെ വശം കാണുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അല്ലാതെ എന്തിനേയും പരിഹസിക്കുക, എന്തിനേയും വിമർശിക്കുക, എന്തിനേയും കളിയാക്കുക, എന്തിനേയും അപഹസിക്കുക, അത് നമ്മുടെ രീതിയല്ല. അങ്ങനെ ഒരു നന്മയുടെ വശം ആ വിശദീകരണത്തിൽ ഉണ്ടെങ്കിൽ ആ നന്മയെ നമ്മൾ ഉൾക്കൊള്ളണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇനി വമ്രഅത്തുഹു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഭാര്യ എന്നുള്ളതാണ് പറയാറുള്ളത്. ഇമ്രഅത്ത് എന്ന് പറയുന്നത് തന്നെ സ്ത്രീ എന്നുള്ള അർത്ഥത്തിനല്ല. ഒരു ഭാഷയില് അതിന്റെ ഏകവചനത്തോട് യാതൊരു സാമ്യവുമില്ലാത്ത ഒരു ബഹുവചനം പറയുന്നത് ഈ ഇമ്രഅത്തും നിസാവുമാണ്. നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് എനിക്കറിയില്ല. ഇപ്പൊ മുസ്ലിമുൻ എന്ന് പറയുമ്പോൾ അതിന്റെ ബഹുവചനം മുസ്ലിമൂന എന്നാ പറയാം. അതില് വാവുന്നോനും അതില് ഏകവചനവും അതിന്റെ ബഹുവചനവും അക്ഷരങ്ങളിൽ പൂർണ്ണമായിട്ടും യോജിക്കുന്നുണ്ട്. ഉദാഹരണം പറയാം, കാഫിർ എന്ന് പറയുമ്പോൾ അതിന്റെ ബഹുവചനം കുഫാർ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ കാഫിറൂന എന്ന് പറയുമ്പോൾ അതിലെ ഏകവചനവും അതിന്റെ ബഹുവചനവും തമ്മിൽ പൂർണ്ണമായും സാമ്യമുണ്ട്, യോജിപ്പുണ്ട്. അക്ഷരങ്ങളിൽ ഒന്ന് രണ്ട് അക്ഷരങ്ങൾ കൂടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ കിതാബ് എന്ന് പറയുമ്പോൾ അതിന്റെ ബഹുവചനം കുത്തുബ് എന്ന് പറയുമ്പോൾ അതിലെ അക്ഷരങ്ങളൊന്നും വലിയ മാറ്റല്ല. ചില അക്ഷരങ്ങളിലുള്ള മാറ്റവും അതിന്റെ ഹർക്കത്തിലുള്ള മാറ്റവും മാത്രമേ ഉള്ളൂ. പ്രത്യേകം ശ്രദ്ധിച്ചു പഠിക്കുക. ഞാൻ എന്താന്ന് പറഞ്ഞാൽ, ഞാൻ ആദ്യ ക്ലാസ്സുകളിൽ അറിയാതെ എൻ്റെ ഗ്രൂപ്പിനെ മുന്നിൽ കണ്ടുപോയി. അതുകൊണ്ട് ഞാൻ കുറച്ച് ഉയർന്ന തലത്തിൽ വിശദീകരിച്ചു. അതുകൊണ്ട് പല സഹോദരങ്ങളും എൻ്റെ ക്ലാസ്സുകളും പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നുള്ള ഒരു അഭിപ്രായം വന്നതായിട്ട് എനിക്ക് അറിയാൻ കഴിഞ്ഞു. അതുകൊണ്ടാണ് ഞാനിത് താഴേക്കിറങ്ങി വിശദീകരിക്കുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ വിശദീകരിക്കൂല. അല്ലെങ്കിൽ വമ്രഅത്തുഹു എന്ന് പറഞ്ഞാൽ അത് മനുഷ്യന്റെ മനസ്സാണ്, ആ മനസ്സിന്റെ കണ്ണാടിയാണെന്ന് പറഞ്ഞ് അങ്ങനെയാണ് പോവുകയുള്ളൂ. കാരണം അതിന്റെ വിശദീകരണങ്ങളൊക്കെ ഒരുപാട് കാലങ്ങളായിട്ട് കഴിഞ്ഞതുകൊണ്ട്. അപ്പോ ഇമ്രഅത്ത് എന്നതിന്റെ ബഹുവചനാണ് നിസാ എന്നുള്ളതാണ് പറയുന്നത്. നമ്മൾ പറയുന്നതല്ല, നമ്മൾ മുമ്പ് പഠിച്ചത് അങ്ങനെയായിരുന്നു. ഇമ്രഅത്തുൻ ഒരു സ്ത്രീ, ഒരുപാട് സ്ത്രീകൾ എന്ന് പറയണമെങ്കിൽ നിസാ എന്നാണ് പറയാറുള്ളത്. അപ്പോ ഈ ഇമ്രഅത്തുമായിട്ട് യാതൊരു ബന്ധമല്ല അതിന്റെ ബഹുവചനം പറയുമ്പോൾ. അതിൽ നിന്ന് തന്നെ എൻ്റെ സഹോദരങ്ങൾ ഊഹിക്കാം അത് ഇമ്രഅത്തും നിസാവും തമ്മിൽ യാതൊരു ബന്ധമില്ല എന്നുള്ളത്. പിന്നെ എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഇമ്രഅത്ത് എന്നുള്ള സ്ത്രീ എന്നുള്ളതിന്റെ
ഇമ്രഅത്ത് എന്ന് പറയുന്നത് സ്ത്രീ എന്നുള്ളതിന്റെ ബഹുവചനം. അതിന് അറബിയിൽ ജംഅ് എന്ന് പറയും. ഞാനത് അറബിയും കൂടിയും പറയുമ്പോൾ ആ വാക്ക് എങ്ങനെയെങ്കിലും എൻ്റെ സഹോദരങ്ങളിൽ അത് പതിഞ്ഞാൽ പിന്നീട് ഞാൻ ഇമ്രഅത്തിന്റെ ജംഅ് നിസാ എന്ന് പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ സഹോദരങ്ങൾക്ക് ഊഹിക്കാം. ജംഅ് എന്ന് പറയുമ്പോൾ ബഹുവചനം എന്നാണ്. അപ്പോ നിങ്ങളൊന്ന് നോക്കൂ, ബാക്കി പിന്നെ അറബിയിലെ എല്ലാ പദങ്ങളും അതിന്റെ ഏകവചനത്തോട് ബഹുവചനം യോജിച്ച് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും അക്ഷരങ്ങളിൽ. ഇതാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഇമ്രഅത്തും നിസാവും ബന്ധല്ല, ഇമ്രഅത്തിന്റെ ബഹുവചനല്ല നിസാ എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. നിസാവ് വേറെ തന്നെയാണ്. അത് നമ്മുടെ ഇർത്തിക്കാഅത്ത് അല്ലെങ്കിൽ തനാമി, മലയാളത്തിൽ പറഞ്ഞാൽ നമ്മുടെ വിജ്ഞാനത്തിന്റെ ഉയരങ്ങളിലേക്കുള്ള പോക്ക് അല്ലെങ്കിൽ നമ്മുടെ ഉയർച്ച, പുരോഗതി, ഇതാണ് അതിന്റെ ഉദ്ദേശം. ഇമ്രഅത്ത് എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിന്റെ, നമുക്ക് അതിന്റെ നമ്മെ കാണിച്ചു തരുന്ന നമ്മുടെ മനസ്സാണത്. നമ്മൾ ആരാണെന്ന് നമുക്ക് കാണിച്ചു തരുന്ന ഇപ്പൊ നമ്മളൊരു കണ്ണാടിയുടെ മുമ്പിൽ പോയി നിന്നാൽ നമ്മളെ അത് കാണിച്ചു തരും. അത് അതിന്റെ പദാർത്ഥ തലത്തിലുള്ള മിർആത്ത് എന്ന കണ്ണാടിക്ക് പറയാം. അറബിയിൽ മിർആത്തുൻ എന്നാണ് കണ്ണാടി എന്ന് പറയാം. അപ്പൊ നമ്മള് ഒരു കണ്ണാടിയുടെ മുമ്പിൽ പോയി നിന്നാൽ നമ്മളെ അത് കാണിച്ചു തരും, നമ്മുടെ പ്രതിരൂപം അതിൽ കാണിച്ചു തരും. എന്നതുപോലെ തന്നെ നമ്മുടെ ഉള്ളിനെ, അതാണ് നമ്മുടെ സ്വഭാവങ്ങളെ മുഴുവൻ നമ്മെ കാണിച്ചു തരുന്ന നമ്മുടെ മനസ്സാവുന്ന മിർആത്താണ്, കണ്ണാടിയാണ് ഈ ഇമ്രഅത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രത്യേകം മനസ്സിലാക്കുക, ഇത് നമ്മിലൂടെ കടന്നു പോകേണ്ട വായനയാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇമ്രഅത്ത് നോഹ് എന്താണ്? അതെ, അതും അങ്ങനെ തന്നെയാണ്. നോഹിൽ ഒരു നല്ല തലമുണ്ട്, പക്ഷെ അതിന്റെ നേരെ വിപരീതമായ ഒരു രീതി നോഹിന്റെ ഉള്ളിലുണ്ട്. നാഹ എന്നുള്ള, നമ്മൾ പറഞ്ഞു, ഈ പേരുകളൊക്കെ ഒരു ആശയത്തിന്റെ തലത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന്. അല്ലെങ്കിൽ ആദം എന്നുള്ളത് എങ്ങനെ പേര് വന്നു എന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞ ക്ലാസ്സിൽ. ദൈമൂമത്ത്, നൈരന്തര്യം. ഈ പ്രപഞ്ചത്തിൽ മനുഷ്യ വംശത്തിന്റെ നിരന്തരമായ പോക്കാണ് ആദം, അല്ലാതെ ആദ്യ സൃഷ്ടി എന്നുള്ള അർത്ഥത്തിനല്ല. അതുപോലെ തന്നെ അയാളുടെ ചിന്തയുടെ, അന്വേഷണത്തിന്റെ, വിജ്ഞാനത്തിന്റെ നാഹ, അതിന്റെ തുടക്കം എന്നുള്ള അർത്ഥത്തിൽ നോഹ് അതിന്റെ ഒരു നാഹിയത്തിലേക്ക്, ഒരു ഭാഗത്തിലേക്കുള്ള പ്രവേശനാണത്. എങ്ങനെ പേര് വന്നു എന്ന് ഞാൻ ചോദിച്ചു. അപ്പോ നമ്മുടെ ഉള്ളിലെ ബാഹ്യമായ പ്രകടനം നമ്മളിൽ നന്മയുടെ ഗുണമാണെങ്കിലും അതിന്റെ വിപരീതമായ ഒരു ഗുണം ചിലപ്പോൾ നമ്മുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ടായിരിക്കും, നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ. അതാണ് ഇമ്രഅത്ത ലൂത്തും ഇമ്രഅത്ത നോഹും ഒക്കെ നമ്മൾ പറയുന്നത്. ഇപ്പൊ നേരെ മറിച്ച് ഇമ്രഅത്ത ഫിറഔൻ അങ്ങനെയല്ല. ഇമ്രഅത്ത ഫിറഔൻ എന്ന് പറയുന്നത് ലാഹിറില് ഇമ്രഅത്ത് ഫിറഔൻ ഈഗോ കാണിക്കുന്നുണ്ടെങ്കിലും ആ മനസ്സിന്റെ ഉള്ളിൽ ഒരു മുഅ്മിനത്ത്, ഒരു അമ്നിന്റെ മനസ്സ് ചിലപ്പോൾ അയാളുടെ, നമ്മിൽ ഓരോരുത്തരിലും പുറമെ ബാഹ്യമായി ചില ഈഗോ കാണിക്കുമെങ്കിലും ഉള്ളിൽ നന്മയുണ്ടാവും. അതാണ് ഇമ്രഅത്ത് ഫിറഔനിന്റെ പ്രത്യേകത. ആ ഇമ്രഅത്ത് ഫിറഔനാണ്, ആ ഇമ്രഅത്ത് മുഅ്മിനത്താണ് തന്റെ നഫ്സിന് നബിക്ക് കൊടുത്തത്. അത് സാന്ദർഭികമായിട്ടൊന്ന് വിശദീകരിക്കാം. ഏറ്റവും വിവാദമായ ഒരു ഒരു സംഭവമാണത്. റസൂലുള്ളാഹിനെ ഏറ്റവും കൂടുതൽ ആക്ഷേപിക്കുന്ന ഒരു തലമാണത്. എന്ന് പറഞ്ഞാൽ, ഒരു സ്ത്രീ തന്റെ ശരീരം നബിക്ക് കൊടുത്താൽ ആ സ്ത്രീയെയും നബിക്ക് കല്യാണം കഴിക്കാം. അപ്പോൾ ആ ശരീരം ആദ്യം കൊടുത്തിട്ട് പിന്നെ എന്ത് കല്യാണാണെന്നുള്ളതൊക്കെ പറഞ്ഞ് ഇങ്ങനെ പല ആക്ഷേപങ്ങളും റസൂലുള്ളാഹിനെ കുറിച്ച് പറയുന്നുണ്ട്. നമ്മൾ അങ്ങനെ എഴുതി വെച്ചിട്ടുള്ളത്. പറയുന്ന ആളുകളെ നമ്മൾ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമല്ല. ഒരു സ്ത്രീ വന്ന്, ആ കഥയൊക്കെ പറയുന്നുണ്ട്, ആ സ്ത്രീ വന്ന് എൻ്റെ ശരീരം നിങ്ങൾ എടുത്തോളൂ എന്ന് പറഞ്ഞപ്പോ
എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. ഇത് എവിടെ നിന്നാണ് ഈ കഥകൾ മെനഞ്ഞുണ്ടാക്കിയത്, ഈ ഖുർആനിനെ ഇത്രയും വികലമാക്കി കളഞ്ഞത് എന്ന് എനിക്കറിയില്ല. ഒമ്രാത്തും മോമിനത്തുൻ ഇൻ വഹബത്തുൻ നഫ്സഹ എന്ന് പറഞ്ഞ തന്റെ നഫ്സിനെ കൊടുത്തു എന്ന് പറഞ്ഞാൽ തന്റെ ശരീരത്തെ കൊടുത്തു എന്ന് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ് എനിക്കറിയാത്തത്. ആ നബി മുഹമ്മദും റസൂലുള്ളാഹി പോലും അല്ല, ആ നബി മൂസയാണ്. ആ ഇമ്രാത്തും മോമിനത്ത് ഫിറഔനിന്റെ ഉള്ളിലുള്ള ആ ഇമ്രാത്തും മോമിനത്താണ്. ആ ഇമ്രാത്തും മോമിനത്തിന്റെ നഫ്സാണ് മോമിനത്ത്. ആ മോമിനത്തായ നഫ്സിനെയാണ് കൊടുക്കുന്നത് എന്ന് പറഞ്ഞ ആ ഈമാനിലേക്ക് വരികയാണെന്ന് അതിന്റെ അർത്ഥം. ആ നഫ്സ് അത് നമുക്ക് ഇനി വിശദമായി അതിന്റെ തലങ്ങളൊക്കെ നമ്മൾ വിശദീകരിക്കും ശേഷം. ആ ഇമ്രാത്ത് വന്നപ്പോ ഞാനൊന്ന് സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. എന്ന പോലെ തന്നെ നമ്മുടെ ഉള്ളിൽ 2 ഇമ്രാത്താനി ഉണ്ട്. അത് വിശദമായിട്ട് പറയേണ്ട ഒരു കാര്യമാണ്. അത് എൻ്റെ ഒരു സഹോദരി അല്ല, എൻ്റെ ഒരു കുട്ടി, എൻ്റെ ഒരു കുഞ്ഞിന്റെ പ്രായമുള്ളതാണ്. അതുകൊണ്ട് തന്നെ സഹോദരി എന്ന് പറയാൻ പറ്റില്ല. എൻ്റെ ഒരു കുട്ടി എന്നോട് മാഷ ഒരു ക്ലാസ്സിൽ സൂചിപ്പിക്കുകയുണ്ടായി, അങ്ങനെ ആ ഇമ്രാത്താനിയും ആ റജുലും വിശദീകരിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. അത് എന്താണെന്ന് വിശദീകരിക്കുമെന്ന് ചോദിച്ചപ്പോൾ ഞാനത് ഫോണിൽ വിളിച്ചപ്പോൾ വിശദമായി വിശദീകരിച്ചു കൊടുത്തു ആരാണ് ആ ഇമ്രാത്താനി എന്നുള്ളത്. അവര് നാട്ടിൽ നടക്കുന്ന സ്ഥലക്കച്ചവടങ്ങൾക്കും സാമ്പത്തിക ഇടപാടുകൾക്കും മറ്റേതെങ്കിലും ഇടപാടുകൾക്ക് സാക്ഷി പറയുന്നതിനെ കുറിച്ചല്ല എന്നുള്ളത് ഞാൻ അവിടെ വിശദീകരിക്കേണ്ടായി. അവര് 3 പേരും ദീനിന്റെ സാക്ഷികളായി തീരുന്നതിനെ കുറിച്ചാണ് അവിടെ പറയുന്നതെന്ന് വിശദമായിട്ട് വിശദീകരിച്ചു. അപ്പൊ അങ്ങോട്ട് ഇപ്പൊ പോണില്ല, അത് ഞാൻ വേറൊരു ക്ലാസ് ആയിട്ട് മാത്രം ആ ക്ലാസ് ആയിട്ട് എടുക്കാം. പക്ഷെ ചില ആളുകൾക്ക് ഈ സൂചനയിൽ നിന്ന് തന്നെ പിടികിട്ടും അതെന്താന്നുള്ളത്. അതുകൊണ്ടാണ് ചില സൂചനകൾ പറയുന്നത്. ചില ആളുകൾക്ക് അതിന്റെ വിശാലമായ വിശദീകരണങ്ങളിലേക്ക് പോയാലേ മനസ്സിലാവുള്ളൂ. അവിടേക്ക് നമ്മൾ പോകും മെല്ലെ. അപ്പൊ ഞാൻ സൂചിപ്പിച്ചത് ഇമ്രഅത്ത് എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ, അതാണ് ഇമ്രഅത്തുൽ അസീസ് എന്ന് പറയാലോ. അസീസ് രാജാവിന്റെ ഭാര്യ അല്ല. ഒരാളിൽ ഇസ്സത്തിന്റെ കണ്ണാടി ഉണ്ടാവും ഒരാളില്. അതായത് ദുരഭിമാനത്തിന്റെ എന്ന് പറയുന്ന അഹദത്തുൽ ഇസ്സത്തു ബിൽ ഇസ്മി എന്ന് പറയുന്ന ആ ഇസ്സത്ത് ഒരാളെ പിടികൂടിയാൽ അയാളുടെ മനസ്സിനെയാണ് ആ ഇമ്രത്തുൽ അസീസ് എന്ന് പറയുന്നത്. അത്തരം ഒരു മനസ്സ് ഒരാൾക്കുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ അതിനെ മലയാളത്തിൽ പറയാം, എനിക്കിപ്പോ കുറച്ച് അറിവുണ്ട്, ആ അറിവ് ഊഹങ്ങളും ഒരുപാട് കെട്ടുകഥകളുമാണ് എൻ്റെ കയ്യിലുള്ള അറിവ്, പൂർണ്ണമായ യാഥാർത്ഥ്യങ്ങളല്ല. എന്നാൽ പോലും ആ അറിവാണ് സത്യമെന്ന് വിചാരിക്കുകയും അതിൽ അഭിമാനം കൊള്ളുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിനപ്പുറത്തേക്ക് വിജ്ഞാനത്തിന്റെ വാതിലുകൾ തുറന്നു പോകാൻ നമ്മുടെ മനസ്സ് നമ്മെ അതാണ് ഇമ്രത്തുൽ അസീസ് യൂസുഫിനെ വാതിൽക്കൽ തടഞ്ഞു വെച്ചത്. അതിന്റെ വിശദമായ വിവരണങ്ങളും വരും. ഈ ഒരൊറ്റ വാക്കുകൊണ്ട് എൻ്റെ സഹോദരങ്ങൾക്ക് അത് മനസ്സിലാവില്ല എന്ന് എനിക്കറിയാം. ഇവിടെ ഇമ്രഅത്ത് മാത്രമേ പറയുന്നുള്ളൂ, ബാക്കിയുള്ള ഭാഗങ്ങളിലേക്ക് പോകുന്നില്ല. അപ്പൊ ഇമ്രഅത്ത് എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിന്റെ, നമ്മെ കാണിച്ചു തരുന്ന നമ്മുടെ മനസ്സാണത്. അത് 2 നിലക്കും കാണിച്ചു തരും. ചിലപ്പോൾ നമ്മുടെ ദൂഷ്യങ്ങൾ കാണിച്ചു തരും, ചിലപ്പോൾ നമ്മളെക്കാൾ ശക്തമായി നമ്മുടെ ഈഗോ അതിൻ്റെ മുകളിൽ പ്രകടിപ്പിക്കും. അത് നമ്മൾ കുറച്ച് പ്രകടിപ്പിക്കുമ്പോൾ കാരണം അതിനേക്കാൾ അപ്പുറത്ത് പോയി നമ്മളെ അങ്ങോട്ട് എത്തിക്കും, കാണിച്ചു തരും. അത് ആ 2 രീതിയിലുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ബാഹ്യമായ ഒരു കണ്ണാടി എന്ന് പറയുന്നത് നമ്മുടെ മുഖത്തുള്ള എന്തൊക്കെ ന്യൂനതകളുണ്ടോ ആ ന്യൂനതകളൊക്കെ കാണിച്ചു തരും. പക്ഷെ ആ കാണാൻ തയ്യാറാകണം, അതിനെ മായ്ച്ചു കളയാൻ തയ്യാറാകണം. അതാണ് 2 രീതി കണ്ണാടിക്ക് ഉണ്ടായാല്. സുഹൃത്ത് നന്നായ കണ്ണാടി വേണ്ടെന്ന് പറയാലോ. എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ആ സുഹൃത്ത് തന്നെ നമ്മിലുള്ള വൈകല്യങ്ങളും നമ്മിലുള്ള ദൂഷ്യങ്ങളും ഓരോന്നും ചൂണ്ടിക്കാണിച്ചു തരും. അങ്ങനെ നല്ലൊരു സുഹൃത്താണെങ്കിൽ നമ്മളെ ഉപദേശിക്കും നല്ല രീതിയിൽ പോകേണ്ടതിനെ കുറിച്ച്. അതുകൊണ്ടാണ് നമ്മളെ നന്നാക്കാൻ നമ്മുടെ ദൂഷ്യങ്ങൾ കാണിച്ചു തരാൻ വേറൊരു കണ്ണാടി വേണ്ട എന്ന് പറയുന്നത്.
അപ്പൊ ഞാൻ അങ്ങോട്ട് പോകണില്ല. അപ്പൊ ഇമ്രഅത്ത് എന്ന് പറയുന്ന ഇവിടെ അബൂലഹബിന്റെ ഇമ്രഅത്ത് എന്ന് പറഞ്ഞാല് അബൂലഹബിനെ അബൂലഹബിന്റെ ആ ലഹബ് ഉണ്ടല്ലോ, മനസ്സിന്റെ അജ്ഞതയുടെ, പകയുടെ, വിദ്വേഷത്തിന്റെ ആ ജ്വാലയുണ്ടല്ലോ, ആ ജ്വാലയെ അതേപോലെ കാണിച്ചു കൊടുക്കുന്ന ഇമ്രഅത്താണ്. അതിനെ കൂടുതൽ കത്തിക്കാനുള്ള വിറകും വഹിച്ചിട്ടാണ് ആ ഇമ്രഅത്ത് നടക്കുന്നത്. അതാണ് ആ പറഞ്ഞത്. തന്റെ മനസ്സിൽ ജ്വലിക്കുന്ന തീയിനെ കെടുത്താനല്ല. നമ്മൾ ചില ആളുകളെ കുറിച്ച് പറയും, അവള് പിന്നെ മണ്ണെണ്ണയാണെന്ന്, കാസർട്ട് എന്നാ പറയാം എന്ന് പറഞ്ഞ ഉള്ള തീയിന്, ഉള്ള ആളുകൾ തമ്മിലുള്ള വൈരം അല്ലെങ്കിൽ ശത്രുത അല്ലെങ്കിൽ പക ഒന്നും കൂടി ആളി കത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ അവരെ കുറിച്ച് അങ്ങനെ പറയാറുണ്ട്. ഇതിപ്പോ ഒരു തീ കത്തിക്കുന്നതിന് മുമ്പ് അതിന് സഹായകമായിട്ട് നമ്മൾ കൊണ്ടുവരിക വിറകാണ്. ഒരു തീ കത്തിക്കാൻ നമ്മൾ കൊണ്ടുവരുന്ന വഖൂദുന്നാസ് വൽ ഹിജാറത്ത്, വഖൂദുന്നാറാണത്. നാറിന്റെ വഖൂദ് വിറകാണത്. നമ്മൾ വിറക് എന്ന് കേൾക്കുമ്പോഴത്തിന് തന്നെ അത് മരം മുറിച്ച് പിന്നെ കഷ്ണങ്ങളാക്കി കത്തിക്കുന്ന വിറക് എന്നുള്ള രീതിയിലാണ് നമ്മളത് കാണുന്നത് എന്ന്. അതാണ് പ്രശ്നം. അപ്പോ നമ്മിൽ ഇപ്പൊ തന്നെ ആ ക്രൗര്യം എന്നാണ് ഇവര് തഫ്സീറിൽ എഴുതിയിരിക്കുന്നത്. അത്തരം ഒരു ക്രൗര്യവും പിന്നെ രോഷവും ശത്രുതയും ഒക്കെയുള്ള ഒരു പ്രകൃതിയായ അബ്ദുൽ ഉസ്സക്ക് പിന്നീട് അബൂലഹബ് എന്ന ആ സ്വഭാവം കൊണ്ട് പേര് വന്നു എന്ന് പറഞ്ഞാൽ, നമ്മിലൂടെ കടന്നു പോകേണ്ട അത്തരം ഒരു ലഹബ് നമ്മിലൂടെ കടന്നു പോകുമ്പോ അതിനെ ഒന്നും കൂടി കത്തിക്കാനുള്ള വിറകുമായി നമ്മുടെ മനസ്സ് പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ചില ആളുകൾക്ക് പെട്ടെന്ന് തന്നെ ഒരു ഈഗോ പിടികൂടും. ചില സന്ദർഭം പെട്ടെന്ന് തന്നെയാണ് വരികയും ചെയ്യും, അത് പോവുകയും ചെയ്യും. വേറെ ചില ആളുകൾ അങ്ങനെയില്ല, ഈഗോ ആണ് അവരുടെ മുഖമുദ്ര. ജീവിതം തന്നെ അങ്ങനെയാണ്. അത്തരം ആളുകള് അതിന്റെ മൂർധന്യ ദശയിൽ എത്തുന്ന അവസ്ഥയാണ് ലഹബിലെത്തുന്നത്. അതിനെ വീണ്ടും വീണ്ടും കത്തിക്കാനാണ് അവന്റെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് ആ കണ്ണാടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനസ്സാവുന്ന അവന്റെ കണ്ണാടി അതിനെ വീണ്ടും വീണ്ടും കത്തിച്ച് അതിന്റെ പാരമ്യതയിൽ എത്തിക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഒമ്രത്തുഹു ഹമ്മാലത്തുൽ ഹതബ് എന്ന് പറയുന്നത്. അല്ലാതെ ധനാഢ്യനായ അബൂലഹബിന്റെ ഭാര്യ ഒരു ഈത്തപ്പനയുടെ നാരുമെടുത്ത് മലയിൽ പോയി മുള്ള് ചുമന്നു കൊണ്ടുവന്ന് നബിയുടെ വഴി നടക്കുന്ന വഴിയിലിടുന്ന സ്വഭാവമായിരുന്നു എന്ന് പറയുന്ന ആ ചരിത്ര കഥയാണ് വേണ്ടതെങ്കിൽ അത് എടുക്കാം. ഞാൻ പറഞ്ഞല്ലോ, അതിനൊന്നും എതിരല്ല എന്ന് നമ്മൾ പറഞ്ഞല്ലോ. നേരെമറിച്ച് നമ്മിലൊക്കെയുള്ള ഒരു നബിയിലേക്ക്, അള്ളാഹുവിന്റെ ആ അറിയിപ്പുകളിലേക്ക് നമ്മളെ എത്തിക്കുന്നതിൽ നിന്ന് തടയുന്ന മുള്ളാണത്. അതിനെ നമ്മുടെ ഉള്ളിലെ പകയെയും അസൂയയെയും കിബിറിനെയും അഹങ്കാരത്തെയും ഈഗോയും ഒക്കെ കത്തിക്കാനുള്ള വിറകാണ് നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ നമ്മൾ വഹിച്ചു നടക്കുന്നത് എന്ന് ഓരോരുത്തരിലൂടെയും ഇത് മനസ്സിലാക്കുകയാണെങ്കിൽ, വായിക്കുകയാണെങ്കിൽ, ആ വായനയാണ് ഈ പറയുന്നത്, അല്ലാതെ വേറൊന്നുമല്ല. അതല്ല കാലാകാലം ഒരു അബൂലഹബിനെയും അവന്റെ ഭാര്യയെയും ഖിയാമത്ത് വരെ ആക്ഷേപിക്കുകയും ശപിക്കുകയും ചെയ്യുന്ന ഒരു പണിയാണ് അള്ളാഹു എടുത്തിട്ടുള്ളത് എന്ന് വിശ്വസിക്കുകയും അതനുസരിച്ച് മനസ്സിലാക്കുകയും ചെയ്യുന്ന എൻ്റെ സഹോദരങ്ങൾക്ക് അങ്ങനെ മനസ്സിലാക്കാം എന്നാണ് എനിക്ക് അതിനെക്കുറിച്ച് സൂചിപ്പിക്കാനുള്ളത്. അതാണ് ഇമ്രഅത്തിനി നമ്മൾ പറഞ്ഞു, ഈ 9 അശുദ്ധമായ തലങ്ങളാണ് നമ്മിലുള്ളത്. അത് ഇബ്നു നൂഹ് മുതൽ, ഇമ്രഅത്ത് നൂഹ് മുതൽ, ഇമ്രഅത്ത് ലൂത്ത് മുതൽ, സാമിരി മുതൽ, ഇമ്രഅത്തുൽ അസീസ് മുതൽ, ഫിറഔന് മുതൽ, ഇങ്ങനെ 9 റഹത്ത് എന്നാണ് പറയാന്. അറബി ഖുർആൻ ഉപയോഗിച്ച വാക്ക് അതാണ്. തിസ്അത്ത റഹത്ത്, 9 ആളുകളാണ് നമ്മിൽ പ്രവർത്തിക്കുന്നത്, നമ്മെ അശുദ്ധിയിലേക്ക് കൊണ്ടുപോകാൻ. അതാണ് റഹത്ത എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ആ അക്ഷരങ്ങൾ തന്നെയാണ് ത്വഹറ എന്നുള്ളതിന്, തഹൂർ എന്നുള്ളതിന്, നമ്മൾ ശുദ്ധി, പരിശുദ്ധി എന്നുള്ളതിന് നമ്മൾ പിന്നെ അറബിയിൽ ഉപയോഗിക്കുന്ന വാക്ക്.
ത്വഹറ എന്നാണ്, പരിശുദ്ധമായ. അതാണ് യുതഹിറക്കും തത്ഹിറ എന്ന് പറയുന്നത്. ലാ യമസ്സുഹു ഇല്ലൽ മുതഹറൂൻ എന്ന് പറയുന്നത്. അപ്പൊ ത്വഹറ, തഹൂർ എന്ന് പറയുന്ന അതേ അക്ഷരങ്ങൾ തന്നെയാണ് റഹത്ത് എന്ന് പറയുന്നത്. അത് 9 സംഘമല്ല, നമ്മുടെ മനസ്സിലെ 9 അശുദ്ധിയാണത്. ആ അശുദ്ധിയാണ് ഇബ്നു നൂഹ് തൊട്ടിട്ട് ഇബ്നു ഇമ്രാത്ത് നൂഹ് തൊട്ട് ഇമ്രാത്ത് ലൂത്ത്, ഇങ്ങനെ ആ 9 വിഭാഗത്തെക്കുറിച്ചും അവര് പ്രതിനിധാനം ചെയ്യുന്ന മേഖലകൾ ഏതൊക്കെയെന്നുള്ളത് സവിസ്തരം നമ്മുടെ ഈ ഖുർആൻ പഠനത്തിന്റെ ഭാഗമായി നമ്മൾ വിശദീകരിക്കും. അപ്പൊ ഞാൻ വിഷയം ഒരുപാട് പറഞ്ഞു പോയി. ഇനി 2 ആയത്ത് എളുപ്പത്തിൽ വിശദീകരിക്കാന്നാ വിചാരിച്ചിരുന്നത്. ക്ഷമിക്കണം, കുറച്ചധികം വിശദീകരിച്ചോ എന്ന് എനിക്ക് തോന്നുന്നു. ഇനി ഞാൻ പെട്ടെന്ന് മറ്റതും കൂടി വിശദീകരിക്കാം. അപ്പൊ അംറഅതുഹു ഹമ്മാലത്തുൽ ഹതബ് ഫീ ജീദിഹ ഹബ്ലും മിൻ മസദ്. ജീദ് എന്ന് പറയുന്നത് ഞാൻ നിങ്ങളെക്കാൾ ഉയരത്തിൽ നിൽക്കുക, അങ്ങനത്തെ ഒരു സ്വഭാവം, അതാണ് ജീദ് എന്ന് പറയുന്നത്. ഞാൻ കുറച്ച്, എനിക്കല്ല, ഞാൻ ജയ്യിദാണ്, ഞാൻ നിങ്ങളെക്കാളൊക്കെ ഉയരത്തിലാണ് എന്ന ആ നാട്യമാണ് ആ മനസ്സിനുള്ളത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഹബില്, അങ്ങനെ ഒരു ഗുണം അവരിൽ ആ മനസ്സിലുണ്ടാകുന്നത് കൊണ്ട് തന്നെ ആ മനസ്സിന്റെ മൻലൂമത്ത്, വ്യവസ്ഥിതി എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഇവിടെ ഹബലിന് കയറ് തന്നെ പറയും. പക്ഷെ ഇതേ വഅതസിമു ബിഹബിലില്ലാഹി എന്ന് പറയുന്നിടത്ത് അവിടെ ഹബിൽ എന്ന് പറയില്ല. അവിടെ അള്ളാന്റെ കയറ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ മൻലൂമത്താണ്, അവന്റെ ഈ വ്യവസ്ഥിതിയെയാണ് നമ്മൾ എടുക്കേണ്ടത് എന്ന് പറയും. അവന്റെ നിയമ വ്യവസ്ഥകളെയാണ് നമ്മൾ എടുക്കേണ്ടതെന്ന് പറയും. പക്ഷേ ഇവിടെ അത് പറയില്ല. ഇവിടെ കയറിന് കയറ് എന്ന് തന്നെ പറയും. നമ്മളതാ പറയുന്നത്. ഖുർആനിലെ ഹബിൽ എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും ഒരർത്ഥം തന്നെയാണ്. ഒന്ന് ഹബിലുള്ളയാണെങ്കിൽ ഇത് ഹബിലു ഇമ്രഅത്തു അബൂലഹബാണ്. ഇത് രണ്ടും വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. ഒന്ന് മനുഷ്യനെ കോർത്തിണക്കുന്ന ഹബിലാണെങ്കിൽ അവരുടെ അഴതാകുകളും വഅതസിമു ബിഹബിലില്ലാഹി ജമിഅ വലാ തഫറഖു എന്ന് പറഞ്ഞല്ലോ, ഭിന്നിക്കാതിരിക്കാനും മാനവരാശിയെ ഒന്നിപ്പിക്കാനും. അവര് അഴതാകുകളായിരുന്ന ആളുകളെ അല്ലഫ ബൈന ഖുലൂബിഹി എന്ന് പറഞ്ഞ അവരുടെ ഹൃദയങ്ങളെ ഉൽഫത്ത്, കോർത്തിണക്കാനും അവരിൽ സ്നേഹമുണ്ടാക്കാനും ആണ് അള്ളാഹുവിന്റെ ഹബിൽ ഉപയോഗിക്കാമെങ്കിൽ ഈ ഹബില്, ഈ മൻലൂമത്ത്, ഈ വ്യവസ്ഥിതി ഇത്തരം പകയുടെയും വിദ്വേഷത്തിന്റെയും ആളുകളുടെ മനസ്സ്, അത് ആളുകളെ തകർക്കാനും അവരിൽ ശത്രുത ഉണ്ടാക്കാനും ആണ് അത് ഉപയോഗിക്കുന്നത്. അതാണ് ഈ 2 ഹബിലും തമ്മിലുള്ള, രണ്ടും മൻലൂമത്ത് തന്നെയാണ്. ഒന്ന് അള്ളാഹുവിന്റെ മൻലൂമത്താണ്, മറ്റൊന്ന് ഇമ്രഅത്തു അബൂലഹബിന്റെ മൻലൂമത്താണെന്ന് മാത്രമേ ഉള്ളൂ. അതിന്റെ വ്യവസ്ഥിതി എന്താന്ന് പറഞ്ഞാൽ, എന്റെ മസദ് എന്താണോ, എന്റെ ചിന്തയുടെ ആകത്തുക, അതാണ് എന്റെ മസദ്. പ്രത്യേകം മനസ്സിലാക്കുക, മസദ് എന്ന് പറഞ്ഞാൽ എന്റെ ഖുലാസത്തു അഫ്കാറാണ്. എന്റെ ചിന്തയുടെ ആകത്തുകയെ ഉണ്ടല്ലോ, അതിന്റെ മേലെ അതിനെ കാണിച്ചു തരിക എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. അതാണ് ഫീ ജീദിഹ ഹബിലും മിൻ മസദ് എന്ന് പറഞ്ഞത്. എന്റെ മസദിനേക്കാൾ, അതാണ് അതിനേക്കാൾ എന്റെ ശൗര്യവും എന്റെ പകയും എന്റെ ഈഗോയെയും വർദ്ധിപ്പിച്ച് കാണിച്ചു തരിക എന്നുള്ളതാണ് അതിന്റെ ലക്ഷ്യം. അതാണ് നമ്മൾ തക്കബുർ കാണിച്ച അത് അതിനേക്കാളും വലിയ തക്കബുർ കാണിക്കും. അതാണ് അതിന്റെ പ്രത്യേകത. നമ്മൾ കിബർ കാണിക്കുമ്പോൾ ആ മനസ്സ് നമ്മളെ അതിനേക്കാളും വലിയ കിബർ കാണിച്ചു തരും. അതാണ് അതിന്റെ പ്രത്യേകത. ഇത് ഇനിയും ഒരുപാട് പറയാനുണ്ടായിരുന്നു ഈ കാര്യങ്ങൾ. ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനിയും സാന്ദർഭികമായി ഇതൊക്കെ നമ്മുടെ വിഷയങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ കൂടുതൽ വിശദീകരിക്കാം എന്ന് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അപ്പൊ ഫീ ജീദിഹ എന്ന് പറയുന്നത് ഒന്നുകൂടി പറയാം, എന്നെ കുറിച്ച് പറയാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ഫീ ജീദിഹ എന്ന് പറയുന്നത് എന്റെ ഉള്ളിൽ ഒരു ജീതുണ്ട്, മറ്റുള്ളവരുടെ മുകളിൽ ഉയർന്നു നിൽക്കാനുള്ള ഒരു രീതി, ഒരു സ്വഭാവ ഗുണം എന്നിലുണ്ട്. ആ ഗുണത്തിൽ പെട്ടതാണ് ഹബിലും മിൻ മസദ്. എന്റെ ഒരു ഈഗയുടെയോ കിബറിന്റെയോ ഇബാഇന്റെയോ ആ സ്വഭാവത്തിൽ നിന്ന്
ഇപ്പൊ ഞാൻ നാറായി മാറിയാൽ എൻ്റെ മനസ്സ് ഇബാഗ് നടത്തും, അബാവസ്തക്ബറ നടത്തും. ഞാൻ കിബിർ നടിച്ചാൽ എൻ്റെ മനസ്സ് അതിനേക്കാൾ വലിയ തക്കബുറിലേക്ക് പോകും. എന്നാ അങ്ങനെ നമ്മളെ ഫഷലിലേക്കും നമ്മുടെ പരാജയത്തിലേക്കും നമ്മളെ വളരെ തരം താന്ന അവസ്ഥയിലേക്കും നമ്മളെ അത് എത്തിക്കും. അതാണ് പറയുന്നത്. അപ്പോൾ എൻ്റെ ബാഹ്യമായ ഹുലാസത്തു അഫ്കാർ, എൻ്റെ ബാഹ്യമായ ചിന്തയുടെ ആകത്തുകയേക്കാൾ എന്നെ എത്തിക്കുന്ന ഒരു ഹബിലാണ്, ഒരു വ്യവസ്ഥിതിയാണ് ആ മനസ്സിനുള്ളത്, അതിലുള്ളത് എന്നാണ് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് അതിനെക്കുറിച്ച് വിശദീകരിക്കാനുള്ളത്. സലാം.